വസ്ത്രം ധരിക്കേണ്ടതിന്റെ പരിധി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം. എത്രയാ പറഞ്ഞത്? പുരുഷന്റെ ഔറത്ത് പറഞ്ഞപ്പോ പറഞ്ഞു മാ ബൈന സൂറത്തി വറുക്ബ, മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള തലം അവൻ നിർബന്ധമായി മറക്കണം. എവിടെ? അതേത് സമയത്ത് മറക്കണം. അത് അവന്റെ മഹരമായ, അവനെ കാണാനും തൊടാനും ഇസ്ലാം അനുവാദം കൊടുത്ത പെണ്ണുങ്ങളുണ്ട്. അവരിൽ പോലും അത് ഔറത്താണ്. എന്നാൽ ഒരു അന്യ സ്ത്രീയാണോ, ഒരു അന്യ പുരുഷന്റെ ശരീരം മുഴുവനും ഔറത്താണ്. ശരീരം മുഴുവൻ ഔറത്താണ്. പിശാച് മനുഷ്യനെ പഴപ്പിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെങ്ങനെ? പരിശുദ്ധ ഖുർആൻ പിശാച് മനുഷ്യനെ പരിപ്പേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് യാ ബനീ ആദം, ഓ ഓ ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖറജ അബവൈകും മിനൽ ജന്ന, നിങ്ങളെ വാപ്പാനിമാനെ സ്വർഗ്ഗത്തുനിന്ന് പുറത്താക്കി മാറി നിങ്ങൾ അവൻ പുറത്താക്കാതിരിക്കട്ടെ. എന്നിട്ട് എന്താ പറഞ്ഞത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയുമാ സവാതിഹിമാ. ഈ ആയത്തോലിപ്പിക്ക് ഓർമ്മയത് ഇന്നത്തെ കാലത്തെ ചില ചെറുപ്പക്കാരെ ഓലെ ടീഷർട്ടും ഓലെ കുപ്പായും പാന്റും തമ്മിൽ ഒരിക്കൽ പോലും സലാം പറഞ്ഞിട്ടില്ല, മുസാഫഹത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. പാന്റും ഷർട്ടും തമ്മിൽ ഒരു ബന്ധമില്ല. നിങ്ങളുടെ പിതാമഹന്മാരെ സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് പുറത്താക്കിയ പോലെ നിങ്ങൾ പുറത്താക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞെന്താ? യൻസിഉ അൻഹുമാ ലിബാസഹുമാ, പിശാച് ചെയ്തത് അവ രണ്ടുപേരുടെയും വസ്ത്രം ഉരിഞ്ഞു. എന്തിന്? ലിയുരിയുഹുമാ സവാതിഹിമാ, അവരുടെ മുഖദ്വാരവും ബിന്ദുവാരവും അവർക്ക് കാണിക്കാനായി. കണ്ടിട്ടില്ലേ? ചില പള്ളിയിലൊക്കെ പോയാൽ ചില ആളുകൾ സുജൂദ് ചെയ്താൽ, ഞാൻ അങ്ങനെ തന്നെ പറയണം, ചില ആളുകൾ സുജൂദ് ചെയ്താൽ അവരുടെ പിന്തുവാരം പുറത്ത്. അള്ളാഹു പഠിപ്പിച്ച പരിധി ലംഘിച്ച ആളാണ് അയാൾ. ഞാൻ കണ്ടിട്ടൊക്കെ ഹോട്ടലിൽ കയറി ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോ എന്റെ കൂടെയുള്ള ആൾ പറഞ്ഞു അവിടെ പോയി സാറേ. ഞാൻ പറഞ്ഞു ഇവിടെ ഫാനുണ്ട്, എങ്ങോട്ട് വരും, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അങ്ങോട്ട് വിളിക്കുന്നവരിനോട് ആ ഇരിക്കണ ചെറുപ്പക്കാരന്റെ ബാക്കൊക്കെ ഒന്ന് നോക്കി, നോക്കാൻ ബനിയനെങ്കിലും ഇട്ടാല് ഞാൻ പറഞ്ഞ ഭാഷ പറയാൻ വലിയ മടിയുണ്ട്. ബനിയനെങ്കിലും ഇട്ടെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി. എന്തൊരു സംസ്കാരം! പൂക്കൾ മറക്കണം എന്ന് പഠിപ്പിച്ച മതമാ വിശുദ്ധ. പേന്റിട്ടോളൂ, പേന്റ് നല്ല വേഷം, ഇതൊരു നല്ല വേഷം. ഒരിക്കൽ എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ നിങ്ങൾ 3 ഭാഗം മറിച്ചിട്ടുള്ളൂ, നമ്മൾ 4 ഭാഗം മറിച്ചാണ്. പേന്റെടുത്തവൻ പറഞ്ഞത് നിങ്ങൾ 3 ഭാഗം മറിച്ചിട്ടുള്ളൂ, നമ്മൾ 4 ഭാഗം മറിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് ഞങ്ങൾ 3 ഭാഗം മറിഞ്ഞിട്ടുള്ളൂ, നമ്മൾ പേന്റിട്ടപ്പോ 4 മറിഞ്ഞിടുന്നാണ്. ഞാൻ പറഞ്ഞു ഓ നല്ല തന്നെ, പേന്റ് നല്ല വേഷം. മാത്രല്ല പേന്റ് ആ മട്ടത്തിൽ ഉടുത്തിട്ട് ഇൻസൈഡും ചെയ്തിട്ട് ഒപ്പിട്ട് നോക്കിയാണ് മുത്തം കൊടുക്കാൻ തോന്നുന്നു. ഒരു ചൊങ്ക കാണാൻ. എന്നാ ചില ഹലാക്കിന്റെ പേന്റ് ഉണ്ട്, ഹലാക്കിന്റെ പേന്റ് തന്നെ ഓനെ പേന്റ് മേപ്പെട്ട് കയറ്റാൻ കഴിയില്ല. എന്നിട്ട് ഓനെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ രാവിലെ 7 മണിക്ക് തന്നെ അവനത് വലിച്ചു കയറ്റുന്ന പണിയാണ്. എന്നിട്ട് കഷ്ടപ്പെട്ടും വലിച്ചു കയറ്റിയാൽ പുക്കളും അവർത്തും അറിയോ, പുക്കൽ കൊടിയിലേക്ക് എത്തൂല. ഇതെവിടെയുള്ള അന്തിന്റെ മേലെ, അതിനൊരു പേരും ലൂസ് വേസ്റ്റ്. എന്നിട്ടോ ഇത് കാണുന്ന മനുഷ്യൻ ഇങ്ങനെ നോക്കാം, കുറച്ചുകൂടെ ഇതൊന്നും ഇപ്പൊ വീണെങ്കിൽ ആര് കാണുന്നവര് മുഴുവൻ. ഞാൻ ചോദിക്കട്ടെ, സംസ്കാരമാണോ ചന്തിന്റെ മേലെ പേന്റ്? നിന്റെ വസ്ത്രത്തിന്റെ മുകൾ ഭാഗം, നിന്റെ അരയുടുപ്പിന്റെ മുകൾ ഭാഗം എവിടെയാവണം? അരയുടുപ്പിന്റെ മുകൾ ഭാഗം പൊക്കിൾ കൊടിയുടെ മുകളിലാവണം എന്ന് പഠിപ്പിച്ച ദീനാണ് വിശുദ്ധ ദീൻ. അത് പേന്റായാലും തുണിയായാലും. പുരുഷനോട് പറഞ്ഞു നിന്റെ തുണിയുടെയും പേന്റിന്റെയും ഭാഗം നെരിയാണിക്ക് താഴേക്ക് വരാൻ പാടില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. വസ്ത്രത്തിലെ പരിധി പറഞ്ഞു തന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. പെണ്ണുങ്ങളുടെ ഞാൻ പറയുന്നില്ല, കാരണം അവരിവിടെ ഉണ്ടോ നിങ്ങൾക്കറിയില്ല എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്ത്രീകളെ ഞാൻ ഒഴിവാക്കുകയാണ്. ബാങ്ക് കൊടുക്കാൻ സമയമായതുകൊണ്ട് ദുആ ചെയ്ത് പിരിയാൻ അതാണല്ലോ സൗകര്യമെന്ന് കരുതിയിട്ട്. പിന്നെ പോലും വല്ല സംഭാവന കൊടുക്കാൻ ഉദ്ദേശിക്കണേ പോലെ ദേഷ്യം പിടിപ്പിക്കണ്ട. തമാശ പറഞ്ഞാട്ടോ, സംഭാവന വെക്കുന്നത് ദീന് പറയാക്കൂല. നേരില്ലാത്തതുകൊണ്ട് ഇനി മാറണം. നേരില്ലാത്തതുകൊണ്ട് എന്തേലും കാരണമൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാന്നുള്ളൂ. അതല്ലാതെ ആ വിഷയം പറയേണ്ടതാണ്, പെങ്ങളെ പറയേണ്ടതാണ്. നിങ്ങൾ ആലോചിക്കണം. ഈയിടെയാ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു തീക്കാറ്റടിക്കണേന്റെ ചില സ്വഭാവം പറഞ്ഞിട്ടുണ്ട് പുണ്യനബി. തീക്കാറ്റുണ്ടാവും ഏത് കാലത്താണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലേ, പഠിത്തുണ്ടായില്ല തീക്കാറ്റ്. കൊയിലാണ്ടി ഉണ്ടായില്ല, കൊയിലാണ്ടി കോഴിക്കോട് തലശ്ശേരി ഒക്കെ ഉണ്ടായി.
തീക്കാറ്റ് അടിച്ചു. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വൃക്ഷത്തിന്റെ ഇല ഉറങ്ങിപ്പോവാം. മഴ പെയ്യുമ്പോൾ വൃക്ഷത്തിന്റെ ഇല ഉണങ്ങാൻ പാടില്ല. ഇലകളെ കിളിർപ്പിക്കുവാനാണ് മഴ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ഇല ഒരിക്കലും കരിഞ്ഞുണങ്ങാൻ പാടില്ല. അവര് പറഞ്ഞു മഴ പെയ്യുമ്പോൾ തന്നെ തീക്കാറ്റടിച്ചതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അവര് വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു തീക്കാറ്റൊന്നുമല്ല, കടലിൽ നിന്ന് ഉപ്പുകാറ്റ് വന്നതാണ്. ആയിക്കോട്ടെ, അള്ളാഹു ഒപ്പുകൊണ്ട് കരിച്ചു കളഞ്ഞു എന്നല്ല വരാ. ലോകാവസാനാകുമ്പോൾ നിങ്ങൾ പറഞ്ഞതെന്നെ സമ്മതിച്ചാൽ തന്നെ ഒപ്പുകൊണ്ട് അള്ളാഹു വൃക്ഷങ്ങളെ കരിച്ചു കളയുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ലോകാവസാനമാകുമ്പോൾ കടലിലെ ജലാംശത്തിന് ഹരിക്കാനുള്ള കഴിവുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കടൽ തന്നെ കത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. കടൽ തന്നെ കത്തും. ആ അടയാളം ഇങ്ങനെയുള്ള തീക്കാറ്റുണ്ടാകുന്ന കാലത്തിന്റെ സ്വഭാവം റസൂലുള്ളാഹി എണ്ണിയെടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമുദായം വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങിയാൽ. പണ്ട് 1000 റുപ്യയിട്ട് ഒരു ഷോപ്പ് പോയ ബനിയൻ വാങ്ങി, അതേപോലെ ഷർട്ടിന്റെ പീസ് വാങ്ങി, പാന്റ് വാങ്ങി, ടവല് വാങ്ങി, പിന്നെ ചെരുപ്പും വാങ്ങി, പിന്നെ അത്തറും വാങ്ങിയാലും കുപ്പായ അടിക്കാനുള്ള പൈസ പിന്നെ ബാക്കി ഉണ്ടാവും. 106 റുപ്യ 75 പൈസ. 1000 റുപ്യയിട്ട് പോയ ചെരുപ്പിന് തികയില്ല. ചെരുപ്പിന്റെ വില എത്ര? 4999. ഞാനൊരുക്ക കടക്കാരോട് ശരി 99 വലിയ ബുദ്ധിമുട്ടല്ലേ, 1 റുപ്യ ചില്ലറ കൊടുക്കാണ്ടാവില്ലല്ലോ, നിങ്ങൾ 5000 തന്നെ പറഞ്ഞാലും. അപ്പൊ എന്നോട് ഞാൻ സാറേ അത് ഒരു ബിസിനസ് ട്രിക്കാണ്, 5000 ആണ് ഒരു തരാം, 1 റുപ്യ ഒന്നും തിരിച്ചു കൊടുക്കലൊന്നുമില്ല, പൊരുത്തപ്പെട്ടാളിന്ന് പറയലാണ് 1 റുപ്യ ഇല്ലാത്ത കാലായതുകൊണ്ട് എന്ന് പറഞ്ഞു. ബിസിനസ് ട്രിക്കാണ്. ഒരു ചെരുപ്പിന്റെ വില ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കല്യാണത്തിന് ഒരു ദിവസം മാത്രം എടുക്കുന്ന ഡ്രസ്സ് 35,000. അപ്പണ്ട് കല്ലായി സാഹിബ് ഉണ്ടാ വേദിയിൽ, മൂപ്പരിങ്ങനെ കുലുങ്ങി ചിരിക്കണം. ഞാൻ ചോദിച്ചു, കല്ലായി സാഹിബ് നിങ്ങൾ എന്താ ചിരിക്കണേ? കല്ലായി സാഹിബിന് ജ്വല്ലറി മാത്രമല്ല, മൂപ്പരെ ചങ്ങായ ജ്വല്ലറി മാത്രമല്ല, മൂപ്പർക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ട് കണ്ണൂര്. അപ്പൊ എന്നോട് 35,000 കാലം പോയി സാറേ, 2.5 ലക്ഷം 3 ലക്ഷം റുപ്യ എന്തിന്? കല്യാണത്തിന്റെ ഒരു ദിവസം ധരിക്കാനുള്ള ഡ്രസ്സിന്. നീ ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹുവിന്റെ പടച്ചറപ്പിന്റെ വെറുക്കമ്മാടികളിൽ 1ാം സ്ഥാനമാണ് നിനക്ക്. ഒരു ദിവസം ഇടാൻ വേണ്ടിയുള്ള വസ്ത്രത്തിന് 2.5 ലക്ഷവും 3 ലക്ഷവും നീ ചെലവഴിച്ചാൽ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ തമ്മാടി നീ തന്നെയാണ്. സംശയിക്കേണ്ട വിഷയത്തിൽ വസ്ത്രത്തിന്റെ പരിധി പറഞ്ഞു തന്ന മതമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ബാങ്കിന്റെ മുമ്പേ നമുക്ക് പിരിയണം എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കിടക്കാത്തത്. ഉമ്മമാരോട് ഞാൻ പറയാം, ഔറത്ത് മറക്കണ വേഷം വാങ്ങണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത് ഔറത്തേതാ? അന്യപുരുഷനിൽ നിന്ന് മുഴുവൻ ശരീരവും മറക്കല. ചില ആളുകൾ മറക്കാൻ തുടങ്ങാനെപ്പോഴാണ്? 65-ാമത്തെ വയസ്സിൽ ഉംറ ചെയ്തു വന്നില്ല. 65-ാമത്തെ വയസ്സിൽ ഉംറ ചെയ്തു വന്നിട്ട് പിന്നെ എന്തോ ഒരു മുത്തക്കിയാന്ന് അങ്ങനെ വിചാരിക്കണേ. പിന്നെ ഒന്നും കാണൂല, കയ്യിന് എന്തേ 18 വയസ്സാണ് സമയത്ത് തലയിൽ തട്ടട നടന്ന പെണ്ണ. 25 വയസ്സാകുമ്പോ പെങ്ങളെ നിന്റെ പെരടി പുറത്താ, നിന്നെ മാറ് പുറത്താ, അതൊന്നും നീ മറച്ചില്ല. ഒക്കെ മറക്കാൻ അല്ലാഹു പറഞ്ഞതാണ്. ഞാൻ തെളിവുകളിലേക്ക് കിടക്കുന്നില്ല, ഞാൻ അടച്ചു വെക്കുകയാണ്. ഒറ്റവാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പുറത്താക്കി. എന്നിട്ടോ 65 വയസ്സാകുമ്പോൾ ഞാനും കാണാൻ പറ്റാത്ത കോലത്തിലായിരുന്നു മുഖം ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട്, മുഖക്കത്തെ പാടുകൾ വന്നിട്ടുണ്ട്, നിന്റെ കൈയിന്റെ മുകളിലുള്ള തൊലി പോലും ഒളിഞ്ഞു പോയിട്ടുണ്ട്, ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നീ നല്ല ഷോക്സ് ഇട്ടു കയ്യിന്. അള്ളാഹു നിന്നെ കബൂൽ ചെയ്യുമോ പെങ്ങളെ? ഇതെന്നെ സ്വയം ചിന്തിക്ക്. ആരും നോക്കൂല, ഇത് കാണിച്ചു കൊടുത്താലും നോക്കൂല. നീ മറക്കേണ്ടത് എപ്പോഴാ? പെങ്ങളെ ഉമ്മ, നിങ്ങളുടെ പിന്നിൽ നടക്കുന്ന 18 വയസ്സുള്ള മോളില്ലേ, തലമറക്കാതെ നടക്കുന്ന പെണ്ണ്, ആ പെണ്ണിനാ നിങ്ങൾ ഹിമാർ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ആ പെണ്ണിനാ നിങ്ങൾ മുഖം മൂടി വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അവളോടാണ് നിങ്ങൾ മുഖം മറക്കാൻ പറയേണ്ടത്. നിങ്ങളും മറക്കണം, അവളോട് നിർബന്ധമായും മറക്കാൻ പറയണം. ശരീരം ആകർഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ശരീരം വെളിച്ചത്ത് കാണിക്കുക, ആർക്കും വേണ്ടാത്ത സമയത്ത് മറച്ചു നടക്കുക. അള്ളാഹുവിന്റെ ദീനിനെ തലകുത്തനെയാക്കുകയാണ്. പടച്ചുറപ്പ് നമുക്ക് പുറത്തു തരട്ടെ.